തങ്ങളുടെ നെഗറ്റീവിനെ അല്ലെങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റികളെ പറയുവാൻ വേണ്ടിയിട്ടും അവർ ചെയ്യുന്ന തെറ്റിനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടും ഇവിടെ 1000 ശബ്ദങ്ങൾ ഉയരും. പക്ഷേ ചില ശരികളെ പറയാൻ വേണ്ടിയിട്ട് ചിലർ മടിക്കും. അതിന്റെ ഏറ്റവും വലിയ ഉത്തമമായ ഒരു ഉദാഹരണമാണ് ഏറ്റവും കൂടുതൽ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ളതും ഏറ്റവും കൂടുതൽ സൈബർ ഇടങ്ങളിൽ ട്രോള് വാങ്ങി കൂട്ടിയിട്ടുള്ളതുമായിട്ടുള്ള ഇപ്പോഴത്തെ പിണറായി മന്ത്രിസഭയിലെ ഒരു മന്ത്രിയാണ് വി ശിവൻകുട്ടി എന്ന് പറയുന്ന നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. പലതരത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പത്രസമ്മേളനങ്ങളിൽ വന്നിട്ടുള്ള ചില ടങ്സ്ലിപ്പുകളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ചും ഇദ്ദേഹത്തെ സ്കൂളിൽ കൊണ്ടാക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള ചില വീഡിയോകൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേയേറെ വീഡിയോകൾ ഈ പറയുന്ന വി ശിവൻകുട്ടിക്കെതിരെ നടത്തിയിട്ടുണ്ട് നമ്മുടെ പൊതുസമൂഹവും കേരളവും. അതിൽ രാഷ്ട്രീയമായിട്ട് പറഞ്ഞവരുണ്ട്, ഹാസ്യാത്മകമായിട്ട് പറഞ്ഞവരുണ്ട്, കുറച്ച് സർക്കാസ്റ്റിക്കായിട്ട് പറഞ്ഞവരുണ്ട്, പുള്ളിയെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പുള്ളിയെ വളരെ ലോ ലെവലിൽ കളിയാക്കിക്കൊണ്ടും തെറി പറഞ്ഞുകൊണ്ടും വീഡിയോ ചെയ്തവർ നമ്മളുടെ ഇടങ്ങളിലുണ്ട്. പക്ഷെ പുള്ളി ചെയ്തിട്ടുള്ള നല്ല കുറച്ച് കാര്യങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ സമൂഹം അത് വിളിച്ചു പറയുന്നില്ല? അതും കൂടി എല്ലാം ഒരാളുടെ തെറ്റ് പറയുമ്പോൾ ഇപ്പൊ നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ പ്രൈം മിനിസ്റ്ററിനോട് രാഷ്ട്രീയപരമായിട്ട് ഈ കേരളത്തിൽ ഒരുപാട് പേർക്ക് അകൽച്ചയുണ്ട്. പക്ഷേ ഈ നരേന്ദ്രമോദി ചെയ്തിട്ടുള്ള ഒരുപാട്, ഞാൻ കുറച്ച് എൻ്റെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം നടത്തിയിട്ടുള്ള നയതന്ത്ര പ്രവർത്തനങ്ങളെ കുറിച്ചും അങ്ങനെയുള്ള ചെയ്തിട്ടുള്ള നല്ല വശങ്ങൾ നല്ലതെന്ന് തന്നെ നമ്മൾ പറയണം. ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു പ്രൈം മിനിസ്റ്ററാണ് ശ്രീ നരേന്ദ്രമോദി. അതുപോലെ തന്നെ ഇവിടെ രാഷ്ട്രീയ അകൽച്ചയുണ്ട്, രാഷ്ട്രീയ വേർതിരിവുണ്ട്, രാഷ്ട്രീയ ചേരികളുമുണ്ട്. പക്ഷെ ഒരാൾ ചെയ്യുന്ന നല്ല പ്രവൃത്തിയെ നല്ലതെന്ന് പറയാൻ എന്തിനാണ് നമ്മൾ മടിക്കുന്നത്? ഞാനിപ്പോ ഈ വിഷയം ഇവിടെ പറയുന്നതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഈ പറയുന്ന നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരു കാര്യം ചെയ്തായിരുന്നു. നിങ്ങൾ എത്ര പേര് അത് അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതായത് കുട്ടികൾക്കെതിരെ അതിക്രമം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ പോക്സോ ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട് കോടതിയിൽ കുറ്റക്കാരാണെന്ന് കോടതിക്കും പെട്ടിട്ടില്ല അല്ലെങ്കിൽ പോലീസ് പരാതി കൊടുത്ത് അത് കേസായി വിചാരണയിൽ നിന്ന് നിൽക്കുന്ന ഇന്നാട്ടിലെ നമ്മുടെ കുറച്ച് അധ്യാപകരുണ്ട് കുട്ടികൾക്കെതിരെ അതിക്രമം നടത്തിയിട്ടുള്ള. അതിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കറക്റ്റ് പറയുന്നുണ്ട്, കുട്ടികളുടെ നേരെ അതിക്രമം നടത്തുന്നവരെ നമുക്ക് ഇനി വേണ്ട എന്ന് പറഞ്ഞിട്ട് അത്തരക്കാരെ ഈ പറയുന്ന വി ശിവൻകുട്ടി സർവീസിൽ നിന്നും പിരിച്ചുവിട്ടിട്ടുണ്ട്. അത് നമ്മളിൽ എത്ര പേര് അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ന്യൂസിലൊക്കെ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ഞാൻ ഈ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഈ ഒരു വിഷയം, അതായത് ഒരു മന്ത്രി എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു അച്ഛൻ എന്ന രീതിയിൽ വി ശിവൻകുട്ടി എടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനം അതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ കുഞ്ഞുങ്ങളുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ഉണ്ടാവുന്ന അബ്യൂസുകൾ നമ്മൾ കാണുന്നതാണ്. അവർ നേരിടുന്ന കുറച്ച് വൈകല്യങ്ങളുള്ള ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ക്രൂരമായ പീഡനങ്ങൾ. ഈ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞ് 4 വയസ്സുള്ള കുഞ്ഞ് മരിച്ചപ്പോൾ അതിന്റെ അച്ഛന്റെ സഹോദരൻ നടത്തിയിട്ടുള്ള ക്രൂരത നമ്മൾ കണ്ടതാണ്, അതറിഞ്ഞ് വേദനിച്ചവരാണ്. ആ സ്ഥാനത്ത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എടുത്ത ഈ തീരുമാനത്തോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതേപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എടുത്തിട്ടുള്ള ഒരുപാട് മറ്റു കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. സ്കൂളുകളിൽ നിന്നും ടൂർ പോകുമ്പോൾ, പഠനാവശ്യത്തിനായാലും അല്ലാതെ എൻജോയ്മെന്റ് ആവശ്യത്തിനായാലും സ്കൂളുകളിൽ നിന്നും ടൂർ പോകുമ്പോൾ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയെ പോലും മാറ്റി നിർത്തരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നമ്മുടെ വിദ്യാഭ്യാസ ഡയറക്ടർ ബോർഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പൊ അംഗീകാരത്തിലുമാണെന്നാ തോന്നുന്നത്. അപ്പൊ അങ്ങനെ ഒരു നമ്മുടെയൊക്കെ ചൈൽഡ് ലൈഫിൽ നമ്മളെ സ്കൂളുകളിൽ നിന്നും ഇതുപോലെ ടൂർ പോകുമ്പോൾ പൈസ കൊടുക്കാനില്ല എന്ന് പറഞ്ഞിട്ട് എത്ര പേര് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ കൈ പൊക്കാൻ കഴിയാതെ വേദനിച്ചിരുന്ന എത്രയോ ബാല്യങ്ങൾ എന്റെ ഈ വീഡിയോ കാണുന്നുണ്ട്. അതിൽ പെടുന്ന ഒരാൾ തന്നെയാണ് ഞാനും. അപ്പോ നമ്മൾ അന്ന് അനുഭവിച്ചിരുന്ന ഒരു ഉള്ളിലൊരു വേദനയുണ്ട്, പിടയുന്ന ആ കുഞ്ഞു മനസ്സ് പിടയുന്ന ഒരു വേദനയുണ്ട്. അതേ അവസ്ഥയിൽ കടന്നു പോകുന്ന ഇന്നത്തെ തലമുറയും ഉണ്ടാവും. അവർക്കൊക്കെ ഒരു ആശ്വാസമല്ലേ? അല്ലെങ്കിൽ ഇതൊരു ചെറിയ കാര്യമെന്നായിരിക്കും നിങ്ങൾ കരുതും, ഇതൊക്കെയാണ് ഒരു കാര്യമെന്ന് നിങ്ങൾ കരുതും. പക്ഷെ ഇത് വലിയൊരു കാര്യമാണ്. ആ കുഞ്ഞു മനസ്സുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വലിയ ഒരു കാര്യം തന്നെയാണ്. അത് അംഗീകരിച്ചു കൊടുക്കേണ്ടതും കൂടി കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ മുണ്ടക്കയിലുണ്ടായ ദുരന്തം നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതിക്രൂരവും നമ്മളെയൊക്കെ മനസ്സിനെ വിറങ്ങലിച്ച് നിർത്തിയ ഒരു വിഷയം തന്നെയാണ് മുണ്ടക്കയിൽ ഉണ്ടായത്. അന്നും ഇതുപോലെ നമ്മുടെ മന്ത്രി എടുത്ത കുറെ തീരുമാനങ്ങളുണ്ട്. ആ വെള്ളാർമല സ്കൂളിനെ ചേർത്ത് പിടിച്ചതും കലോത്സവത്തിൽ അവരെ കൊണ്ടുവന്ന് അവരെ നിർത്തിയതും അതിൽ കുട്ടികൾ മന്ത്രി അപ്പുപ്പ എന്ന് വിളിക്കുന്നതും, അതായത് കുട്ടികളുടെ നിഷ്കളങ്കതയുടെ ആ ഒരു പര്യായമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പല സാഹചര്യങ്ങളിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്കൊപ്പം നിന്നിട്ടുമുണ്ട്. ആ നിഷ്കളങ്കത ആ കുട്ടികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അവിടെയും പുള്ളി ഒരുപാട് കളിയാക്കലുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഒരുപാട് ട്രോൾ പേജുകളിൽ പുള്ളി
ഹാസ്യ രൂപേണ വന്ന് പെട്ടിട്ടുമുണ്ട്. എന്നിട്ടും ഇന്നും ഒരു പരാതിയും ഇല്ലാതെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നമ്മുടെ നാട്ടിൽ തുടരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാഠപുസ്തകങ്ങൾ ഒരു തരത്തിലുള്ള മുടക്കും ഇന്നുവരെ ആ പാഠപുസ്തകങ്ങളിൽ വന്നിട്ടില്ല. എല്ലാം കൃത്യമായി നമുക്ക് അനുഭവമുള്ളതാണ്. കുറെ നാളുകൾ മുമ്പ് പേപ്പറിൽ എഴുതി പഠിച്ചൊരു കാലം. ആ കാലത്ത് നിന്നൊക്കെ മാറ്റി നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ ചെയ്യാൻ സാധിച്ചുവെങ്കിൽ അതൊക്കെ അംഗീകരിക്കണം. തെറ്റുകളായി തന്നെ പറയുമ്പോൾ ശരികളായും പറയാൻ നമ്മൾ പഠിക്കണം. അപ്പോ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇനിയും തുടരുക തന്നെ ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല മന്ത്രിമാർ നമ്മളുടെ ഇടങ്ങളിൽ ഉണ്ടാവട്ടെ. അപ്പോ ഇനി അടുത്തൊരു വിഷയമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.